വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നടി ഗായത്രി അരുൺ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണമടച്ച് 300-ലധികം വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളിൽ അനധികൃതമായി തൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നെന്നുമാണ് ഗായത്രി വ്യക്തമാക്കിയത്. പറ്റിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗായത്രി അരുൺ പറയുന്നു. ഗായത്രി അരുൺ പറഞ്ഞതനുസരിച്ച് 2024 സെപ്റ്റംബർ 3-നാണ് കൊച്ചിയിലെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ആ ചടങ്ങിൽ മറ്റ് പ്രമുഖന്മാരും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നും നിരവധി പരാതികൾ എത്തുന്നത് ഗായത്രി പറഞ്ഞു. പലരും പണമടച്ച് പറ്റിക്കപ്പെട്ടു എന്ന സ്ക്രീൻഷോട്ടുകൾ സഹിതം അയച്ചു തന്നിട്ടുണ്ട്. അനുമതിയില്ലാതെ അവരുടെ ഫോട്ടോ ബിസിനസ് പ്രചാരണത്തിനായി ഉപയോഗിച്ചതായും ഗായത്രി നിയമ നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചു. PR ഏജൻസികൾ മുഖേന മാത്രമേ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ പങ്കെടുക്കാറുള്ളൂ എന്ന് ഗായത്രി വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യഥാർത്ഥ അധികൃതരുമായി അവർക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ഉദ്ഘാടനത്തിന് മുൻപും ശേഷവും വ്യക്തിപരമായി അവരെ അറിയില്ല എന്നും താരം വ്യക്തമാക്കി. അവർ സംബന്ധിച്ച ഏത് സർട്ടിഫിക്കേഷനും ലഭ്യമാണ് എന്ന് ഉറപ്പായിരുന്നതിനാൽ മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ. കേരളത്തിൽ വിദ്യാഭ്യാസ തട്ടിപ്പിന് ഇരയായവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇനി ആരും ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയാവരുത് എന്നും ഈ നടപടികൾ എല്ലാവരെയും പ്രേരിപ്പിക്കണമെന്നും ഗായത്രി പറഞ്ഞു. നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഫോട്ടോ അനധികൃതമായി ഉപയോഗിച്ച സ്ഥാപനത്തിന് നോട്ടീസ് അയച്ചെന്നും ഗായത്രി വ്യക്തമാക്കി.